അനുഗ്രഹീതമായ ഈ നല്ല പകലിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരാൾ ₹1 നമുക്ക് സഭയ്ക്ക് ശുശ്രൂഷയ്ക്ക് തന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, അത് ദൈവം ആ വ്യക്തിയിലൂടെ തരിച്ചതാണ്. ഒരാളോട് പ്രവചിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഒരു മുൻപരിചയമില്ലാത്ത, കണ്ടിട്ട് പോലും ഇല്ലാത്ത ആ വ്യക്തിയുടെ ജീവിത ചരിത്രങ്ങളെയും അനുഭവങ്ങളെയും മുൻപോട്ടുള്ള കാര്യങ്ങളെയും നമുക്ക് ആത്മതലത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ അത് ദൈവം വെളിപ്പെടുത്തി തരുന്നതാണ്. ജനം ദൈവത്തിൻ്റെതാണ്, സഭ കർത്താവിൻ്റെതാണ്, ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെതാണ്. സ്വന്തം കൈ നെഞ്ചിലോട്ട് വെച്ച് പറയാൻ, ഞാനും എൻ്റെ കുടുംബവും യഹോവയ്ക്കുള്ളതാണ്. വളരെ ആഴമേറിയ ശക്തമേറിയ പ്രാർത്ഥനയുടെ ആവശ്യതകൾ സഭയുടെ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എത്ര പേർ, ഞാൻ വീണ്ടും ചോദിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം, എത്ര പേർ മറക്കാതെ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ചർച്ചിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പണികൾക്ക് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയെ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ദൈവസഭയെയും സഭയുടെ പ്രവർത്തനങ്ങളെയും കൂട്ടു ശുശ്രൂഷകരെയും ഞങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഒരു 2 മിനിറ്റ് എടുത്ത് 120 സെക്കൻഡ് ഒരു 2 മിനിറ്റ് എടുത്ത് ദയവായി പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നലെ മൂവാറ്റുപുഴയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജി മോഹനും എന്നോടൊപ്പം ആ യാത്രയിലുണ്ടായിരുന്നു. ലിബിന് വണ്ടി ഓടിക്കുകയായിരുന്നു. ഞാൻ ആ സമയത്ത് പറഞ്ഞൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന മീറ്റിങ്ങുകളിൽ എത്ര ആയിരങ്ങളെയാണ്, എത്ര കുടുംബങ്ങളെയാണ് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് സ്വതന്ത്രമാക്കി. നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ പ്രവൃത്തി നിമിത്തമോ, നിങ്ങളുടെ ഒരു ശുശ്രൂഷ നിമിത്തമോ, നിങ്ങളുടെ ഒരു വാക്കോ പെരുമാറ്റം നിമിത്തമോ, അല്ലെങ്കിൽ ഒരാളെ നിങ്ങൾ സഹായിക്കുന്ന ഒരു സഹായം നിമിത്തമോ മറ്റൊരു മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നെങ്കിൽ, വേറൊരു വ്യക്തി അതിനാൽ സന്തോഷിക്കുന്നെങ്കിൽ, നിങ്ങൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. You are the blessed person. Hallelujah. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കറിയുന്ന ഒത്തിരി പേര് വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും ഒക്കെ സാക്ഷ്യങ്ങൾ പറയാനും അവർക്ക് ലഭിച്ച അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇന്ന് ഈ ആരാധനാലയത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നതിനൊക്കെ മുമ്പ്, ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 5 ദിവസം മുൻപ് ഒരു 3 ദിവസം മറ്റ് മീറ്റിങ്ങുകളില്ലാതെ, എന്നാൽ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, പാട്ടും പ്രസംഗത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ യാത്രകളോ അങ്ങനെ വലിയ തിരക്കുകളോ ഇല്ലാതിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഒരു 3 ദിവസം മാറിയിരുന്ന് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഈ കഴിഞ്ഞ ഒരു 3 ദിവസം പൂർണ്ണമായി ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവ് അവസരം നൽകി. അതിൻ്റെ ഇടയിൽ ഒരു വിവാഹ ശുശ്രൂഷ ഉണ്ടായിരുന്നു, ആ ശുശ്രൂഷയിലും പങ്കെടുത്തു. ആ 3 ദിവസം ആ പ്രാർത്ഥനയിൽ ഇരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ, അറിയിച്ച ഒരു ദൈവിക ആലോചനയാണ് ഇന്ന് ഈ ആലയത്തിൽ ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുൻപായിട്ട്
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത്, ഈ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത്, ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെ, സോഷ്യൽ മീഡിയയിൽ ആ വചന ശുശ്രൂഷകൾ കേട്ടതിലൂടെയൊക്കെ എനിക്കൊരു സൗഖ്യമുണ്ടായി. വ്യക്തിപരമായി എനിക്കൊരു ഡെലിവറൻസ് ഉണ്ടായി. ജോലി ലഭിച്ചു, സൗഖ്യം ഉണ്ടായി. അല്ലെങ്കിൽ എനിക്കറിയാം അതൊരു അത്ഭുതമായിരുന്നു, ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തു എന്ന അനുഭവിച്ചവർ, ആ എക്സ്പീരിയൻസ് ഉണ്ടായവർ, ദൈവം നടത്തിയവർ, ആ കൈകളൊന്ന് ഉയർത്തി കാണിക്കാമോ? നന്നായിട്ട് ഉയർത്തിപ്പിടിക്കണം. എനിക്കൊരു സൗഖ്യം ദൈവം തന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ ദൈവം എനിക്കൊരു വിടുതൽ അയച്ചു. എനിക്കൊരു ജോലി ലഭിച്ചു. എനിക്കൊരു വഴി തുറന്നു. അവരൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആ കൈകൾ ഉയർത്തിയവർ. പതിനഞ്ച് പേർ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. ഞങ്ങൾക്കത് കേൾക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത് ചെറിയ കാര്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. പക്ഷെ ഞാൻ ഇന്ന് ചില ദിവസങ്ങളിൽ നമ്മളിത് സ്കിപ്പ് ചെയ്യാറുണ്ട്, ടെസ്റ്റ് മണി സെഷൻസ്, കാരണം നമ്മുടെ സമയം പരിമിതികൾ കൊണ്ട്. പക്ഷെ എങ്കിലും ദൈവം ചെയ്തൊരു കാര്യം കേൾക്കാൻ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ഈ മീറ്റിംഗ് കഴിയുമ്പം ഈ കൈ ഉയർത്തി ഇത്രയും പേരും ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലല്ല, ഈ ഫ്രണ്ടിൽ വരണം. ജിജി പാസ്റ്റർ, ഞാൻ ഇത് ചോദിക്കാൻ മറന്നുപോയാൽ പാസ്റ്റർ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണം. നമ്മൾ ഇന്ന് ഇപ്പൊ സാക്ഷ്യത്തിന് ഈ 15 പേരുടെയും ടെസ്റ്റ് മണി പറയാൻ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ സഭ ഇപ്പോൾ ഇത്രയും അധികം ജനത്തെ ഈ ശുശ്രൂഷയിലൂടെ വിടുവിച്ച കർത്താവിന് നല്ലപോലെ കൈകൾ അടിച്ച് അതരങ്ങൾ തുറന്ന് ശബ്ദമുയർത്തി, ഇതുപോരാ, ശബ്ദമുയർത്തി, The Lord did the miracle. ശബ്ദമുയർത്തി, The Lord did the miracle and the healing. വായിക്കാം പാസ്റ്റർ വാക്യം. Are you ready to receive the blessing today? Okay. പിറ്റേന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുവനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ഞാൻ വീണ്ടും ആ പദം ഇതിൽ ആവർത്തിക്കുകയാണ്. ആ വാക്ക് അക്ഷരം പ്രതി ഈ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ തുടങ്ങി ഈ എൻ്റെയർ ദ ചർച്ചിൽ അത് ഇന്ന് ഉണ്ടാകും. ദൈവികമായ സ്പർശനം. ആ ദൈവികമായ സ്പർശനം ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും വ്യക്തിപരമായി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്നലെ നമ്മുടെ കട്ടപ്പനയിലെ ഷൈജു ബ്രദർ, അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു. മെനഞ്ഞാന്ന് അദ്ദേഹം മൂവാറ്റുപുഴ മീറ്റിങ്ങിനുണ്ടായിരുന്നു. നമ്മൾ പെസഹ മുതൽ ഈസ്റ്റർ വരെയുള്ള മീറ്റിംഗ് കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നമ്മൾ നടത്തിയ സമയത്ത് തളർന്നു പോയ ഒരു കുഞ്ഞിനെ വീൽ ചെയറിൽ പ്രാർത്ഥിക്കാൻ മുൻപിൽ കൊണ്ടുവന്നിരുന്നു. അന്ന് ആ മീറ്റിങ്ങിൽ അസാധാരണമായ ഒരു
ദൈവശക്തിയും ദൈവീക സ്പർശനവും ജനത്തിനുണ്ടായ ഒരു മീറ്റിംഗാണ്. അന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. അപ്പോൾ മെനങ്ങാന്ന് മൂവാറ്റുപുഴയിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഇതുപോലൊരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ വീൽ ചെയറിൽ എടുത്തുകൊണ്ട് വന്നു, അവരെ കൊണ്ടുവന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ്, ആ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ പേര്, ആ കുട്ടിയുടെ പേര്, അവരുടെ അവസ്ഥ, അവരുടെ സ്ഥലം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന വ്യക്തിയോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം ആ കുട്ടിക്കുണ്ടായി, ആ കുഞ്ഞിനുണ്ടായി. അപ്പോൾ പിറ്റേ ദിവസമാണ് കട്ടപ്പനയിലെ ഷൈജു ബ്രദർ എനിക്ക് മെസ്സേജ് അയക്കുന്നേ, പാസ്റ്റർ ഇന്നലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, വീൽ ചെയറിലിരുന്ന ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മൈക്കിൽ പറയണമെന്നുണ്ടായിരുന്നു, എനിക്കൊരു കാര്യം അറിയിക്കണമെന്നുണ്ടായിരുന്നു. അതിതാണ്, പെസഹ മുതൽ ഈസ്റ്റർ വരെ സമയങ്ങളിൽ കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന മീറ്റിംഗിൽ ഇതുപോലൊരു കുഞ്ഞിനെ, തളർന്നുപോയൊരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിരുന്നു. ആ കുട്ടി നമ്മുടെ സഭയിൽ വരുന്ന അല്ല, അത് മറ്റൊരു ഇൻഡിപെൻഡന്റ് ചർച്ചിൽ ആരാധനയ്ക്ക് പോകുന്ന ഒരു കുടുംബമാണ്, വേറൊരു സഭയിലെ വിശ്വാസിയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ ഷൈജു ബ്രദറും ഫാമിലിയും ആ സ്ഥലത്ത്, ആ അവർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ ഇവരുടെ വീട്ടിലൊന്ന് കയറി. അവരുടെ വീട്ടിൽ കയറിയപ്പോൾ ഷൈജു ബ്രദർ പറയാ, പാസ്റ്റർ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി, ആ കൊച്ച് മുറ്റത്തോടി കളിക്കുന്നത് കണ്ട. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കുഞ്ഞിൽ വലിയ വ്യത്യാസങ്ങൾ ദൈവം ഉണ്ടാക്കി. ഞാൻ വീണ്ടും ഇന്ന് ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, പക്ഷെ വിശ്വസിച്ചാലുള്ള ബെനിഫിറ്റ് എനിക്കല്ല, അത് നിനക്കാണ്. ദൈവത്തിന്റെ സ്പർശനം, ദൈവത്തിന്റെ സ്പർശനം, the one touch of Jesus will change everything. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. പിറ്റേന്നാൾ എന്ന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിന്റെ തലേ ദിവസം എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സംഭവം മാത്രമേ പരാമർശിക്കുള്ളായിരുന്നു. പിറ്റേന്നാൾ, നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ എന്ന് പറയണമെങ്കിൽ അതിന്റെ തലേ ദിവസം എന്തോ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ കാണാം. ജനം കേൾക്കെ തന്റെ വചനം പറഞ്ഞു തീർന്ന ശേഷം അവൻ കബർന്നഹൂമിൽ ചെന്നു. 2-ാമത്തെ വാക്യം, അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് കിടന്നിരുന്നു. അടുത്ത വാക്യം, അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിക്കുവാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പള്ളിയും പണിതു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു, കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ടു. തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ ശതാധിപന്റെ ദാസന് വന്ന സൗഖ്യം.
എന്താണ് ശതാധിപൻ? ഈ റോമൻ വാക്കുകളാണ് ഇതൊക്കെ. ശതം എന്ന് പറഞ്ഞാൽ 100, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, ലീജിയൻ എന്ന് പറഞ്ഞാൽ 6000. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ 6000 ഭൂതം ശരീരത്തിൽ വസിച്ചിരുന്ന മനുഷ്യനെ ലെഗ്യോൻ, ബാധിച്ചവൻ എന്ന് പറഞ്ഞത്, ലിജിയൻ. അപ്പോൾ ശതാധിപൻ എന്ന് പറയുമ്പോൾ 100 പട്ടാളക്കാരുടെ ഓഫീസറാണ്, 100 പട്ടാളക്കാർക്ക് മീതെ ഉള്ള മനുഷ്യനാണ്. ഇത് നമ്മൾ ഈ ശതാധിപന്റെ ദാസന് സൗഖ്യം വരുത്തി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ഇതിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കാറില്ല, പഠിക്കാൻ ശ്രമിക്കാറില്ല. ഇപ്പോഴും ശതാധിപൻ ആര് എന്ന് ചോദിച്ചാൽ അറിയാത്തവരുമുണ്ട്. ഒരു ശതാധിപനിൽ 7 ഉത്തരവാദിത്തമാണുള്ളത്. ശതാധിപൻ എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് പറയുകയല്ല. ആ മനുഷ്യൻ പറഞ്ഞല്ലോ, ഞാനും അധികാരത്തിന് കീഴിലുള്ളവൻ. ഹല്ലേലൂയ. 7 ഉത്തരവാദിത്തങ്ങളാണ്, 7 റെസ്പോൺസിബിലിറ്റീസ് ആണ്, 7 അതോറിറ്റീസ് ആണ് ഒരു ശതാധിപനിലുള്ളത്. ഒന്ന്, ഒരു ശതാധിപനാണ് ഈ പട്ടാളക്കാർക്ക് കായിക പരിശീലനം കൊടുക്കുന്നത്. ഒരു റോമൻ ശതാധിപനാണ് ആയുധ പരിശീലനം കൊടുക്കുന്നത്. ഒരു റോമൻ ശതാധിപനാണ് പരേഡുകൾ, ആർമി പരേഡുകൾ നയിക്കുന്നത്. ഒരു റോമൻ ശതാധിപനാണ് ആർമി ബറ്റാലിയന്റെ പാളയങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഒരു റോമൻ ശതാധിപനാണ് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു റോമൻ ശതാധിപനാണ് കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുന്നത്. ഒരു റോമൻ ശതാധിപനാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്. ഇങ്ങനെ 7 ഉത്തരവാദിത്തങ്ങളുള്ള അധികാരമുള്ള അധികാരിയാണ് ഒരു ശതാധിപൻ എന്ന് പറയുന്നത്. ഇനി ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു കർത്താവാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവർക്ക് പിടികിട്ടില്ല, ഉണർന്നിരിക്കുന്നവരോട് ഞാൻ പറയാം, ഇന്ത്യയിൽ ഇതുപോലൊരുത്തനില്ല, അമേരിക്കയിൽ ഇതുപോലൊരുത്തനില്ല എന്ന അതേ ആശയം എടുക്കണം. കർത്താവ് പറഞ്ഞത് കബർന്നഹോമിൽ ഇതുപോലൊരുത്തനില്ലെന്നല്ല, ഗലീലയിൽ ഇതുപോലൊരു വിശ്വാസം ഇല്ലെന്നല്ല, ബഥാനിയയിൽ ഇതുപോലൊരു വിശ്വാസം ഇല്ലെന്നല്ല, ഈ രാജ്യത്തിൽ ഇതുപോലൊരുത്തനില്ല എന്നാണ്. കാരണം ഇസ്രായേൽ ഒരു രാജ്യമാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, ഇത് പറയുന്നത് എല്ലാവരെയും പുകഴ്ത്തുന്ന, പുകഴ്ത്തണ്ടാത്തവനെയും പുകഴ്ത്തുന്ന, എല്ലാവരെയും ചുമ്മാ പൊക്കി പറയുന്ന, എല്ലാവരെയും പ്രശംസിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാല് മദ്യപിച്ച് മയക്കുമരുന്നടിച്ച് ലിവർ നഷ്ടപ്പെട്ട് മരിച്ചു കിടക്കുന്നവനും ഇപ്പോൾ ദൂതന്മാരുടെ മധ്യയിൽ ദൈവത്തെ ആരാധിക്കുകയാണ് എന്ന് അനുശോചനം പറയുന്ന ഒരാളല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞ ആൾ യേശുവാണ്. ഒരാളൊരു വാക്ക് പറയുമ്പോൾ ആ പറഞ്ഞ വ്യക്തിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്രായേലിൽ പോലും ഞാൻ ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല. ഇന്ത്യയിൽ ഒരുത്തനും ഇത്രയും വിശ്വാസം ഇല്ല. അമേരിക്കയിൽ ഒരുത്തനും ഇത്രയും വിശ്വാസമില്ലെന്ന് അമേരിക്കയിൽ നിന്ന് പറയുന്നത് പോലെ, ഇന്ത്യയിൽ ഒരുത്തനും ഇതുപോലൊരു വിശ്വാസം ഇല്ലെന്ന് ഇന്ത്യയിൽ നിന്ന് പറയുന്നത് പോലെ, ഇസ്രായേൽ എന്ന രാജ്യത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷകൻ ദൈവപുത്രൻ പറയുകയാണ്, ഇസ്രായേലിൽ ഇതുപോലൊരു ഫെയ്ത്ത് ഉള്ളവനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ശതാധിപനിൽ നമ്മൾ കാണാത്തത് എന്തൊക്കെയോ യേശു കണ്ടിരിക്കുന്നു. നമുക്ക് പിടികിട്ടിയിട്ടില്ലാത്തത് എന്തൊക്കെയോ യേശുവിന് പിടികിട്ടിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തൊക്കെയോ ഒറ്റ നോട്ടത്തിൽ അവന്റെ വാക്കിൽ യേശു മനസ്സിലാക്കിയിരിക്കുന്നു. മനുഷ്യൻ എന്നെ നോക്കി പറയുന്ന വാക്കുകൾ ആ വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നും
അഭിപ്രായങ്ങളിൽ നിന്നുമായിരിക്കും. ഒരു മനുഷ്യൻ നിങ്ങളെ പുകഴ്ത്തി പറയുന്ന വാക്കുകൾ ആ വ്യക്തി നിങ്ങളോട് ബിഹേവ് ചെയ്ത ബിഹേവിയറുകളിൽ നിന്നായിരിക്കും, പെരുമാറ്റങ്ങളിൽ നിന്നായിരിക്കും. പക്ഷെ ദൈവം ഒരാളെ നോക്കി ഇതുപോലൊരു വിശ്വാസമുള്ളവനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ ദൈവം അവന്റെ ഹൃദയത്തെ കണ്ടോണ്ടായിരിക്കും പറയുന്നത്. എന്താണ് ഈ ശതാധിപന്റെ പ്രത്യേകത? ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും അധികാരങ്ങൾ, ഈ 7-ലധികം അധികാരങ്ങൾ ഈ മനുഷ്യനിൽ നിക്ഷിപ്തമാണ്. ഒരു സീനിയർ ഓഫീസറാണ്. 2, നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ വിഷയം അതല്ല. ഞാൻ ഇതിൽ നിന്ന് അതിൽ നിൽക്കും. എന്റെ വിഷയത്തിലേക്ക് എനിക്ക് വരണം. കർത്താവ് ഏൽപ്പിച്ചത് എനിക്ക് ഇവിടെ പങ്കുവയ്ക്കണം. എന്നാൽ ഈ മനുഷ്യനെ കുറിച്ച് ലൂക്കോസ് 7:3 എഴുതിയിട്ടുണ്ട്. അവൻ ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നത് തന്റെ ദാസന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, യേശുവിനോട് അപേക്ഷിക്കുന്നത് എന്റെ ഭാര്യയെ സൗഖ്യമാക്കണമെന്നല്ല, എനിക്ക് സൗഖ്യം വേണമെന്നല്ല, എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞ് രോഗിയായി കിടക്കുന്നു, എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമെന്നല്ല. ഈ ശതാധിപൻ വന്നിരിക്കുന്നത് തന്റെ കീഴിൽ പണി ചെയ്യുന്ന, തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന തന്റെ വേലക്കാരന് വേണ്ടി, തന്റെ സെർവന്റിന് വേണ്ടി അപേക്ഷിക്കാനാണ്. തന്റെ ദാസന് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ ആവശ്യങ്ങൾ ഘോരമായി നമ്മൾ പറഞ്ഞിരിക്കും, പ്രഖ്യാപിച്ചിരിക്കും. പക്ഷേ ഈ ശതാധിപൻ വന്നിരിക്കുന്നത് തന്റെ മകൾക്കോ മകനോ ഭാര്യയ്ക്കോ തനിക്കോ വേണ്ടിയല്ല. ഈ ശതാധിപൻ വന്നിരിക്കുന്നത് തന്റെ സെർവന്റിന് വേണ്ടിയാണ്, തന്റെ ജോലിക്കാരന് വേണ്ടിയാണ്. തന്റെ ജോലിക്കാരന് സുഖമില്ല, തന്റെ കൂടെ പണിയെടുത്തോണ്ടിരിക്കുന്ന സെർവന്റ് രോഗിയായിരിക്കുന്നു. ശരിക്കും ഇസ്രായേലിൽ ഇങ്ങനൊരു ഓഫീസർ, ഇത്രയും പദവിയുള്ള ഒരു ശതാധിപൻ, തന്റെ കൂടെ ഒത്തിരി ജോലിക്കാർ കാണും. അതിൽ ഒരു ജോലിക്കാരൻ രോഗിയായി തീർന്നാൽ അടിമ, ഈ സെർവന്റ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു അടിമയെ പോലെയാണ്. ഈ അടിമ പ്രയാസത്തിലാകുമ്പോ ഒന്നുകിൽ അവനെ മാറ്റി നിർത്തും, അല്ലെ അവനെ ജോലിയിൽ നിന്ന് വിശ്രമത്തിന് വിടും, അല്ലെ അവനെ വീട്ടിൽ പൊക്കോളാൻ പറയും. പക്ഷെ ഈ ശതാധിപൻ തന്റെ ദാസനെ സ്നേഹിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിൽ പോലും നിന്നെ പോലൊരുത്തൻ ഇല്ല എന്ന് തമ്പുരാൻ ദൈവം പറയണമെങ്കിൽ, യേശു പറയണമെങ്കിൽ, നമ്മൾ കാണാത്തത് എന്തൊക്കെയോ അവനിൽ കർത്താവ് കണ്ടതുകൊണ്ടാണ്. രണ്ടാമതായി 5-ാം വാക്യത്തിൽ പറയുന്നു, അത് നാട്ടുകാരാണ് പറയുന്നത്, ഈ സാക്ഷ്യം പറയുന്നത് ശതാധിപനല്ല. ഈ സാക്ഷ്യം പറയുന്നത് ഈ ശതാധിപനെ അറിയാവുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവര് പറയുന്നു, ഈ മനുഷ്യൻ ജനത്തെ ഭയങ്കരമായി സ്നേഹിക്കുന്ന ആളാണ്. 2, ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ നാട്ടുകാര് ഈ ശതാധിപനെ കുറിച്ച്, ശതാധിപൻ അവിടെ നിൽക്കുമ്പോ യേശുവിനോട് പറയുകയാണ്, ഈ പുള്ളി നിങ്ങൾ യേശു കർത്താവെ അങ്ങ് ഉദ്ദേശിക്കുന്ന ഒരാളല്ല, നല്ല മനുഷ്യനാ. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ യേശു കർത്താവ് ഇവന്റെ വിഷയത്തെ എടുക്കണം, യേശു കർത്താവ് ഇവന്റെ വിഷയത്തെ ഡീൽ ചെയ്യണം. അതിനുവേണ്ടി ആളുകള് യേശുവിനെ പ്രഷർ ചെയ്യാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ അവിടുത്തെ പള്ളി, ചർച്ച് പണിക്ക് ഇഷ്ടംപോലെ പൈസ എന്ന അച്ചായനായത്, ഏറ്റവും കൂടുതൽ പള്ളി പണിക്ക് പൈസ എന്ന മനുഷ്യനാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് സിനഗോഗ് പണിഞ്ഞു തന്നിട്ടുണ്ട്, പള്ളി പണിക്ക് കാശ് തന്നിട്ടുണ്ട്, ചാരിറ്റി വർക്ക് നടത്തുന്നുണ്ട്, ജനത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ജനം കരുതി യേശു കർത്താവ് എന്നാ പിന്നെ അച്ചായനെ മുന്നോട്ട് വിട്ടാട്ടെ എന്ന് പറയുന്നു.
ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനം എന്തൊക്കെ പറഞ്ഞാലും എന്റെ ദൈവം നിന്റെ ഹൃദയത്തെ അറിഞ്ഞേ പ്രവർത്തിക്കുള്ളൂ. ആരൊക്കെ നിന്നെ വാഴ്ത്തി പുകഴ്ത്തിയാലും, ആരൊക്കെ നിന്നെ വാനോളം പൊക്കാൻ ശ്രമിച്ചാലും, നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന സത്യം ഇന്ന് പകൽ മനസ്സിലാക്കണം. പള്ളി പണിക്ക് അദ്ദേഹം പൈസ കൊടുത്തു, പള്ളി പണിഞ്ഞു കൊടുത്തു. പള്ളി പണിക്ക് കാശ് കൊടുത്തെന്നല്ല എഴുതിയിരിക്കുന്നേ. ചർച്ച് ഫുള്ളായിട്ട് പുള്ളി പണിഞ്ഞു കൊടുത്തു. ജനത്തെ സ്നേഹിച്ചു, ദാസന് വേണ്ടി അപേക്ഷിക്കുന്നു. അപ്പൊ ഉടനെ കർത്താവിന് ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നമുക്ക് തോന്നൂലേ ഈ പുള്ളി ആരാന്നൊന്ന് അറിയണോന്ന്. സാധാരണ നിലയിൽ നാട്ടുകാരെല്ലാം ഇങ്ങനെ പറയുന്ന, വാനോളം പുകഴ്ത്തുന്ന ഒരാള് മുന്നോട്ട് വന്ന് യെസ് സാർ ഞാനാണ്, വളരെ ഗമയോടെ നിൽക്കേണ്ടതാണ്. പക്ഷേ കർത്താവിനെ ഞെട്ടിച്ചു കളഞ്ഞത് ഇത്രയും അധികാരമുള്ള, ഇത്രയും പണമുള്ള, ഇത്രയും പദവിയുള്ള, ഇത്രയും ജനത്തിന്റെ ഒരു വലിയ കൂട്ടത്തിന്റെ അക്സെപ്റ്റൻസ് ഉള്ള, ഒരു സമൂഹം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഈ മനുഷ്യൻ 6-ാം വാക്യത്തിൽ യേശു കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, യേശുവേ, അവിടുന്ന് പ്രയാസപ്പെടണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. എനിക്ക് വലിയ വീട് ഇല്ലെന്നല്ല, എനിക്ക് വലിയ വീടുണ്ട്. എനിക്ക് വസ്തു ഇല്ലെന്നല്ല, വസ്തുക്കളുണ്ട്. എന്റെ വീട് കൊള്ളുകയെന്നല്ല. നമ്മൾ പെട്ടെന്ന് എന്റെ പുരയ്ക്കകത്ത് വരാൻ കർത്താവേ നീ പോരാത്തവനാണേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പുരയെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. വലിയ യേശുവിന് വരത്തക്കവണ്ണമുള്ള പുരയായിരിക്കത്തില്ല. അതല്ല അവൻ പറഞ്ഞത്, എന്റെ പുര കൊള്ളത്തില്ല, എന്റെ വീട് കൊള്ളത്തില്ല, എന്റെ വീട് പോരത്തില്ലെന്നല്ല. ഞാൻ ഞാൻ പോരാത്തവനാണ്. ദൈവം മുൻപാകം നിൽക്കുവാൻ, അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല കർത്താവേ. അങ്ങന്റെ വീട്ടിൽ വരാൻ എനിക്കൊരു അർഹതയില്ല കർത്താവേ. എനിക്ക് വീടുണ്ടായിരിക്കാം, ബംഗ്ലാവ് ഉണ്ടായിരിക്കാം, ആൾബലമുണ്ടായിരിക്കാം, അധികാരമുണ്ടായിരിക്കാം. പക്ഷേ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല എന്ന് പരസ്യമായി സമ്മതിച്ചവന്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞ ദൈവം അഭിമാനം കൊള്ളേണ്ട സാഹചര്യത്തിൽ, ശരിക്കും അഭിമാനം കൊള്ളേണ്ട സാഹചര്യത്തിൽ എല്ലാവരും തന്നെ വാഴ്ത്തി പുകഴ്ത്തുമ്പോൾ ദൈവം മുൻപാകെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഹൃദയം കൊണ്ടും താഴുന്ന, ഞാൻ ഒന്നുമില്ലപ്പാ എന്ന് പറയുന്ന ഒരാറ്റിറ്റ്യൂഡ് ശതാധിപനിൽ കർത്താവ് കണ്ടപ്പോ പറഞ്ഞു, ഇവനെ പോലൊരുത്തൻ ഈ രാജ്യത്തിൽ ഇല്ലെന്ന്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി. ഇവനെ പോലൊരുത്തൻ ഈ രാജ്യത്തിൽ ഇല്ലെന്ന്. ഒന്ന്, അദ്ദേഹം ദാസനെ സ്നേഹിച്ചു. 2, ദൈവജനത്തെ സ്നേഹിച്ചു. 3, തന്റെ അയോഗ്യത താൻ തിരിച്ചറിഞ്ഞു. തന്റെ അയോഗ്യത താൻ പരസ്യമായി ദൈവത്തിന്റെ മുൻപാകെ വെളിപ്പെടുത്തി. 4, അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ആ ശതാധിപൻ പറയുകയാണ്, ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നീ എന്റെ വീട്ടിൽ വരണ്ട, തൊടണ്ട, നോക്കണ്ട, ഞാൻ നിന്റെ വാക്കിൽ വിശ്വസിക്കുകയാണ്. ഇന്ന് പകലിൽ കർത്താവിന് അങ്ങനെയുള്ള ചിലരെ ഇതിനകത്ത് ആവശ്യമുണ്ട്. എന്റെ സാഹചര്യങ്ങൾ എനിക്കെതിരായിരിക്കാം, വ്യക്തികൾ എനിക്കെതിരായിരിക്കാം,
മനുഷ്യർ എനിക്കെതിരായിരിക്കാം, അല്ലെങ്കിൽ എനിക്കെല്ലാം അനുകൂലമായിരിക്കാം, എന്തുമാകട്ടെ, ഇപ്പോഴും എന്റെ ദൈവമേ, അങ്ങയുടെ വചനത്തിൽ, അങ്ങയുടെ വാക്കിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. യേശു കർത്താവിന്റെ ആ ഡിക്ലറേഷൻ പവറിൽ, യേശു കർത്താവ് തന്റെ വായ് കൊണ്ട് പറയുന്ന പ്രഖ്യാപനത്തിൽ, എന്റെ സിസ്റ്റർ, യേശു കർത്താവിന്റെ വാക്കിനെ ഈ മനുഷ്യൻ വിശ്വസിക്കുകയാണ്. ആ അധികാരത്തെ താൻ തിരിച്ചറിയുകയാണ്. ഇന്ന് പകലിൽ ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവപുത്രനായ യേശുവിന്റെ അധികാരത്തെയും അവന്റെ വചനത്തിന്റെ ശക്തിയെയും അവന്റെ വാക്കുകളുടെ പവറിനെയും നീ തിരിച്ചറിഞ്ഞാൽ, കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിനക്ക് പോലും കാണാൻ കഴിയാത്തടുത്ത് ഒരു വലിയ അത്ഭുതത്തെ ആത്മതലങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ചെയ്തെടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുകയാണ്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് യേശു പറഞ്ഞ വാക്കാണ്. അവൻ ആശ്ചര്യപ്പെട്ടു എന്നവിടെ എഴുതിയിട്ടുണ്ട്. യേശു ആശ്ചര്യപ്പെട്ടു. യേശു അത് കേട്ടിട്ട് അവങ്കൽ, ആ വ്യക്തിയുടെ വാക്കിൽ അത്ഭുതപ്പെട്ടു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ he marveled at him, എന്നാൽ മറ്റു ചില പരിഭാഷകളിൽ amazed എന്ന പദവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ദൈവം ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ഓർത്ത് അത്ഭുതപ്പെട്ടിട്ടുള്ളവരെന്ന് കൈ ഉയർത്തി. പക്ഷെ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുവരെ ദൈവത്തെ അത്ഭുതപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? ദൈവം ചെയ്ത കാര്യം കണ്ടിട്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു പ്രവൃത്തി കണ്ടിട്ട് ദൈവം ഞെട്ടിയിട്ടുണ്ടോ? ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ട് അമേസ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ ദൈവം എന്റെ ചില പ്രവൃത്തികൾ കണ്ടും എന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ കണ്ടും ഞാൻ വിശ്വാസത്താൽ വെക്കുന്ന ചില ചുവടുകൾ കണ്ടും ദൈവം സ്വർഗത്തിൽ നിന്നിട്ട് അത്ഭുതത്തോടെ എന്നെ നോക്കാനിടയായിട്ടുണ്ട്. ഇതാണ് വ്യത്യാസം. നിന്നെ പോലെ ഈ പഞ്ചായത്തിൽ ഒരുത്തൻ ഇല്ലെന്നല്ല പറഞ്ഞത്. നിന്നെ പോലെ ഗലീലയിൽ ഒരുത്തൻ ഇല്ലെന്നല്ല പറഞ്ഞത്. നിന്നെ പോലെ കബർനഹോമിൽ ഒരുത്തൻ ഇല്ലെന്നല്ല പറഞ്ഞത്. നിന്നെ പോലെ ഒരുത്തൻ ഈ രാജ്യത്തിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. ശരിക്കും ദൈവം അത്ഭുതപ്പെട്ടു. ഈ മാർവൽഡ് അറ്റ് ഹിം, അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ ആശ്ചര്യപ്പെട്ടതിന്റെ കാരണം ഈ ശതാധിപൻ അറിയാം. ഇവിടെ പട്ടാളത്തിൽ വർക്ക് ചെയ്തവരും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തവരും സമൂഹത്തിന്റെ പല മേഖലകളിൽ പ്രവർത്തിച്ചവരും ഈ ആലയത്തിലുണ്ട്, ഈ ഓൺലൈനിൽ കാണുന്നുണ്ട്. ഒരു സീനിയർ ഓഫീസറിന്റെ അതോറിറ്റി എന്താണെന്ന് അവർക്കറിയാം. ഹല്ലേലൂയ. ചിലത് നീല മഷിക്കിടുന്ന സിഗ്നേച്ചറാണ്, ചിലത് ചുമന്ന മഷിക്കിടുന്ന ഒപ്പാണ്, ചിലത് ഗ്രീൻ സിഗ്നേച്ചറാണ്. ഒപ്പിടുന്നവന് ആ ഒപ്പിന്റെ വാല്യൂ ഉണ്ട്, ആ വ്യക്തിയുടെ വിലയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഓഫീസർ ഇറങ്ങി വന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കേട്ടോണ്ട് പോകുന്നവൻ അവനെ വെടിവെക്കൂ എന്ന് പറഞ്ഞാൽ വെടിവെക്കും. ഞാൻ പറഞ്ഞല്ലോ, 7 അധികാരങ്ങളാണ് ഒരു ശതാധിപനുള്ളത്. അതിൽ ഒന്ന് വധശിക്ഷ നടപ്പാക്കാൻ അധികാരമുള്ളവനാണ്. അവനെ തൂക്കിക്കൊല്ലണം എന്ന് പുള്ളി ഉത്തരവിട്ടാൽ അത് ചെയ്യാൻ അവിടെ ആളുണ്ട്.
എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാ മതി, പുള്ളി അത് ചെയ്യണ്ട, അത് ചെയ്യാൻ വേറെ ആളുണ്ട്. ഈ മനുഷ്യൻ യേശുവിന്റെ മുമ്പിൽ പറയുന്നു, എനിക്ക് ഈ ക്യാമ്പിൽ മാത്രമേ അതോറിറ്റി ഉള്ളൂ. യു ആർ ദ സൺ ഓഫ് ഗോഡ്. എവിടായി വന്നിരിക്കുന്നേ? ആരുടെ മുമ്പിലായി വന്നിരിക്കുന്നേ? ആരോടായി പ്രാർത്ഥിക്കുന്നേ? ഇന്ന് ഇവിടെ ഇരുന്ന് പറയാം, അപ്പാ, ഇവിടുത്തെ ഒരു മന്ത്രിയുടെ ഓർഡറിന്റെ മുമ്പിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ തിരിയുന്നെങ്കിൽ, ഇവിടുത്തെ ഒരു DGPയുടെ ഓർഡറിന്റെ മുമ്പിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ തിരിയുന്നെങ്കിൽ, അഖിലാണ്ടത്തെ ചമച്ചവരെ, the creator of the universe, Jesus, ഞാൻ ആരെ ആരാധിക്കുന്നേ? നിനക്കിതിന്റെ വില അറിയോ? നീ എവിടെ വന്നിരിക്കുന്നെന്ന് നിനക്കറിയോ? ഹീലിംഗ് നടന്നേ. യേശു ആ വീട്ടിൽ പോയില്ല. കിലോമീറ്ററുകൾക്കപ്പുറത്ത് സൗഖ്യം നടന്നു. കൈവച്ചില്ല, കണ്ടില്ല, തൊട്ടില്ല, പോയില്ല, ഒന്നും ചെയ്തില്ല. കാരണം ശതാധിപൻ, അവന്റെ അധികാരം അറിഞ്ഞവൻ, അധികാരസ്ഥനായ ദൈവപുത്രനോട് പറയുന്നു, ഞാൻ ഒരുത്തനോട് പോക എന്ന് പറഞ്ഞാൽ ആ പട്ടാളക്കാരൻ പോകും. ഞാൻ ഒരുത്തൻ വരിക എന്ന് പറഞ്ഞാൽ ആ പട്ടാളക്കാരൻ വരും. ഞാൻ ഒരുത്തനോട് അത് ചെയ്യാൻ പറഞ്ഞാൽ അവനത് ചെയ്യും. എന്റെ പുരയ്ക്കകത്ത് കാല് ചവിട്ടാൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ലെന്ന് ഇവൻ പറയണമെങ്കിൽ ഇവൻ വഹിക്കുന്ന അധികാരത്തിന്റെ മില്യൺ ടൈംസ് അധികാരം അവനിലുണ്ടെന്ന് വിശ്വസിച്ചു. ഞാൻ സേവിക്കുന്നത് ഒരു സാധാരണ ദൈവത്തെയല്ല, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അവൻ എനിക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് വാഗ്ദത്തം ചെയ്തവൻ, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും നൽകപ്പെട്ടവൻ, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ എന്ന് വാഗ്ദത്തം ചെയ്തവൻ. ശരിക്കും ഈ ശതാധിപന്റെ ദാസന്റെ സൗഖ്യം എല്ലാരും അറിഞ്ഞു. അപ്പൊ അവിടെ ഒരു ക്രൗഡുണ്ട്, അവിടെ ഒരു ജനക്കൂട്ടമുണ്ട്. ഇപ്പോ യേശു നിൽക്കുന്നിടത്ത് ഒരു ജനക്കൂട്ടമുണ്ട്. പിന്നെ ഹീലായത് ശതാധിപന്റെ ദാസനാണ്. ഇത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അങ്ങനെ 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, പിറ്റേ നാൾ ഈ സംഭവം കഴിഞ്ഞ് അവിടുന്ന് അടുത്ത ദിവസം, അറ്റ് നെക്സ്റ്റ് ഡേ, യേശു കർത്താവ് നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വാക്കുണ്ട്, ശിഷ്യന്മാരും വളരെ പുരുഷാരവും. ക്രൗഡ് കൂടി, ജനം കൂടി, ഭയങ്കര ജനക്കൂട്ടമായി. കാരണം ഇതുപോലൊരു അധികാരം വഹിക്കുന്നവനെ, ഓ ജീസസ്, കാണാൻ കഴിയാത്ത നിലകളിൽ വലിയ പുരുഷാരം കൂടെ പോയി. ആമേൻ, ആമേൻ. യേശു കർത്താവ് നയീൻ എന്ന പട്ടണത്തിൽ എത്തി. എന്താണ് നയീൻ എന്ന വാക്കിന്റെ അർത്ഥം? നയീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്യൂട്ടി എന്നാണ്. മനോഹരം, ബ്യൂട്ടി, സിറ്റി ഓഫ് ബ്യൂട്ടി, മനോഹര പട്ടണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, മനോഹര പട്ടണം. മനോഹര പട്ടണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോൾ ഈ മനോഹര പട്ടണത്തിൽ നയീനിൽ യേശു കർത്താവ് എൻട്രി ചെയ്യാണ്.
ആ സമയത്ത് 12-ാം വാക്യം പറയുന്നു, പട്ടണത്തിന്റെ വാതിലിനോടടുത്തപ്പോൾ, ഗേറ്റിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. കാരണം മരിച്ചവനെ അടക്കുന്നത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് പട്ടണത്തിന് പുറത്താണ്. അപ്പോൾ അവനെ പട്ടണത്തിന്റെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ആ മരിച്ച മകൻ അമ്മയ്ക്ക്, അവന്റെ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. ആ സ്ത്രീയോ അവളോ വിധവയായിരുന്നു. അപ്പം ആ സ്ത്രീ വിധവയായിരുന്നു, ഭർത്താവില്ലാത്തവളായിരുന്നു. എന്നാൽ അവൾക്ക് ഒരൊറ്റ മകനുണ്ടായിരുന്നു. ആ മകനും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ്. നാട്ടുകാർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുന്നതെന്ന് നമുക്കറിയാം. ശാപമാണെന്ന് പറയുന്നവര് കാണും, അവളുടെ കുറവാന്ന് പറയുന്നവര് കാണും, യോ എന്താ ദൈവമേ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നേ എന്ന് പറയുന്നവര് കാണും. പല തരത്തിലുള്ള കമന്റുകൾ ചുറ്റുമുണ്ടാകും. പക്ഷേ ഞാൻ കണ്ടത്, വിധവയായിരുന്നവൾക്ക് ഒറ്റ മകനുണ്ടായിരുന്നു. ആ കുഞ്ഞൂടെ മരിച്ചപ്പോൾ അവൾ അനാഥയായി, അവൾ ആരോരും ഇല്ലാത്തവളായി, ഒരു പ്രതീക്ഷകൾക്കും വകയില്ലാത്തവളായി, മുൻപോട്ടൊന്നും കാണാനില്ലാത്തവളായി, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് തന്റെ ഒരേ ഒരു കുഞ്ഞിന്റെ ശവമഞ്ചവുമായി ഒരു കൂട്ടം ആളുകൾ വിലാപയാത്രയായി പോകുമ്പോൾ, ആ വിലാപയാത്രയിൽ കരഞ്ഞുകൊണ്ട് ഈ സഹോദരി പട്ടണത്തിന് പുറത്തേക്ക് വരികയാണ്. ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ ഈ കുഞ്ഞിനെ മറവ് ചെയ്യും, ഈ കുഞ്ഞിനെ അടക്കം ചെയ്യും. നിങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാണോ? നിങ്ങൾ പ്രാപിക്കാൻ തയ്യാറാണോ? നമ്മൾ സേവിക്കുന്ന ദൈവം ആരെന്ന് യഥാർത്ഥമായി ആത്മാവിലും ശരീരത്തിലും അറിയാൻ തയ്യാറാണോ? അതൊന്ന് വെളിപ്പെടുത്തി ആരാധിക്കാവോ? ഇത് പറഞ്ഞിട്ട് എനിക്ക് ബാക്കി പറയാൻ തോന്നുന്നില്ല. Listen to me. ഞാൻ ഈ വചനഭാഗം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ ആത്മാവിലും എന്റെ ചിന്തയിലും ഒരേ സാധനം വരികയാണ്, ഒരു കാഴ്ച വരികയാണ്. മിനിറ്റുകൾക്കകം ഈ ബോഡി, ഈ ഭൗതിക ശരീരം, ഈ വിലാപയാത്ര ഈ ഗേറ്റിന്റെ പുറത്തിറങ്ങും. ഗേറ്റിന്റെ പുറത്തിറങ്ങിയാൽ തൊട്ടപ്പുറത്ത് സെമിത്തേരിയാണ്, കുട്ടിയുടെ അടക്കം നടക്കും. അതോടുകൂടെ എല്ലാം കഴിയാണ്. ഒരു വഴിയായി മരണം വരികയാണ്, മറുവഴിയായി ജീവൻ വരികയാണ്. മറുവഴിയായി ജീവൻ വരികയാണ്. Something is going to happen. Rakabayalaba shandalawaidamantana. Ratamanamana thurabagasharadas. മരണവും ജീവനുമായി കൂട്ടിമുട്ടാൻ പോവുകയാണ്. മരണവും ജീവനുമായി കൂട്ടിമുട്ടാൻ പോവുകയാണ്. മരണവും പുനരുത്ഥാനവുമായി കൂട്ടിമുട്ടാൻ പോവുകയാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും, ഞാൻ തന്നെ പുനരുത്ഥാനവും. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഇന്ന് നിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കൂട്ടിമുട്ടലുകൾ ഉണ്ടാകാൻ പോകുന്നു.